മൊബൈലൊന്നും വേണ്ട, എനിക്ക് കളർ പുസ്തകങ്ങളൊക്കെ തന്നാൽ മതി. ഇതിൻ്റെ കളറാളോ, ഇത് അതിൻ്റെ പെട്ടിയാളോ, ഇത് കാക്കി, ഇത്. ഈ പ്രായത്തിലുള്ള നമ്മുടെ കുട്ടികൾ മൊബൈൽ ചോദിക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കും എന്നുള്ളതാണ് മിക്ക രക്ഷിതാക്കളുടെയും വലിയ പ്രയാസം. നമ്മൾ അവരുടെ വാശി മാറ്റാനും കരച്ചിൽ മാറ്റാൻ വേണ്ടി തൽക്കാലം കൊടുക്കും. പിന്നീട് അവരതിന് അഡിക്റ്റാവും. അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ മുഴുവനും ആ മൊബൈലിലേക്ക് ഒതുങ്ങും. പകരം കൊടുക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, കളറിങ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന കളറ് അവർക്ക് യഥേഷ്ടം കളർ ചെയ്യാൻ പറ്റുന്ന നല്ല നിറമുള്ള കളറായിരിക്കണം. അതിന് ബ്രഷ് പെൻ കൊടുക്കാൻ പറ്റും. ഡ്രൈ ആയിട്ടുള്ള ക്രയോൺ പോലുള്ള കളറ് കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല. സ്വന്തമായിട്ടൊരു പുസ്തകം അവർക്ക് കളർ ചെയ്യാൻ കൊടുക്കണം. യഥേഷ്ടം കളർ ചെയ്യണം. മാത്രമല്ല, കളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ തിരുത്താനും പാടില്ല. അതുപോലെ തന്നെയാണ് മറ്റു പുസ്തകങ്ങൾ. കളർഫുള്ളായിട്ടുള്ള പല ആക്ടിവിറ്റി പുസ്തകങ്ങളും നമ്മൾക്ക് കൊടുക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സാധിക്കണം. മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ടുള്ള പലതും ഉണ്ടാക്കാൻ വേണ്ടി നമ്മളവരെ പഠിപ്പിക്കണം. അതവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം ചെയ്യാനുള്ളത്, അവർക്ക് കൊടുക്കുന്ന ടോയ്സ് മുഴുവനും നമ്മൾ ശേഖരിക്കണം. എന്നിട്ട് അവരുടെ ഒരു ബാസ്ക്കറ്റിൽ കളക്ട് ചെയ്യണം. കളിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയത്തൊക്കെ വീട്ടിനകത്ത് അതുകൊണ്ട് കളിക്കാൻ നമ്മൾ അവർക്ക് അവസരം കൊടുക്കണം. മൊബൈലിൽ നിന്ന് മാറി നിൽക്കാൻ ഈ 3 കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരുടെ കൂടെ അല്പം സമയം ചിലവഴിക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുകയും ചെയ്താൽ കുട്ടികളെ മൊബൈലിൽ നിന്ന് തീർച്ചയായിട്ടും മാറ്റാൻ കഴിയും. മാത്രമല്ല, രസകരമായിട്ടുള്ള അവരുടെ പല കാട്ടിക്കൂട്ടലുകളും നമ്മളെ കൗതുകപ്പെടുത്തും. ഓൾ ദി ബെസ്റ്റ്. യു ഡിസൈനിൽ ഇതുപോലുള്ള പുസ്തകങ്ങളും പെന്നുകളും ടോയ്സുകളൊക്കെ വിൽക്കുന്നുണ്ട്.